എല്ലാവർക്കും നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹൈസ്കൂൾ ടീച്ചർ എക്സാമിന് പഠിക്കുന്നവരുണ്ട്, നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, നെറ്റ് കിട്ടി JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, സെറ്റ് കേട്ടറ്റ് പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട്. എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. നമുക്ക് ഇനി കൂടുതൽ ദിവസങ്ങളില്ല. പഠിത്തം സ്പീഡാക്കിയാലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെ സഹായിക്കാൻ നമ്മളുണ്ട്. ആദ്യമായി നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക. എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്തിരിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക, അത് വെച്ച് പഠിക്കുക. ഇത് നെറ്റ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ റീസെന്റ് ആയി ചോദിച്ച ഒരു ചോദ്യമാണ്. നാടകവും രചയിതാക്കളും ചേരുംപടി ചേർക്കുക. എ കുടുക്ക, ബി ദേശം നോട്ടീസ് വായിക്കുന്നു, സി സ്പൈനൽ കോഡ്, ഡി ഞായറാഴ്ച. 4 നാടകങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പട്ടികയിൽ ദീപൻ ശിവരാമൻ, ഷൈജു അന്തിക്കാട്, PM താജ്, സി ശാന്തകുമാർ, ശങ്കർ വെങ്കിടേശ്വരൻ. 5 രചയിതാക്കളുടെ പേരും തന്നിട്ടുണ്ട്. ഇതില് ചില നാടകങ്ങള് നിങ്ങൾക്ക് പരിചിതമായിരിക്കും, ചില രചയിതാക്കളുടെ പേരും നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചിതമായിരിക്കും. നമുക്ക് ഇനി അവയെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കിയതിനു ശേഷം ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. ഒന്നാമത്തേത് PM താജ്. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. PM താജിനെ അറിയാത്തവർ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പെരുമ്പറ, കനലാട്ടം, രാവുണ്ണി, കുടുക്ക അഥവാ വിശക്കുന്നവന്റെ വേദാന്തം, പാവത്താൻ നാട്, തലസ്ഥാനത്ത് നിന്ന് ഒരു വാർത്തയുമില്ല, മേരി ലോറൻസ്, കുടിപ്പക, കൺകെട്ട്, സ്വകാര്യം, ഇത്രമാത്രം. ഈ നാടകങ്ങളുടെ പേര് നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം PM താജുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ നാടകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. മിക്ക നെറ്റ് പരീക്ഷയ്ക്കും നാടകത്തിന്റെ ഭാഗത്ത് നിന്ന് PM താജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണാറുമുണ്ട്. ശ്രദ്ധിക്കുക. പെരുമ്പറ, കനലാട്ടം, രാവുണ്ണി, കുടുക്ക അഥവാ വിശക്കുന്നവന്റെ വേദാന്തം, പാവത്താൻ നാട്, ഇത്രമാത്രം, സ്വകാര്യം, കൺകെട്ട്, കുടിപ്പക, മേരി ലോറൻസ്, തലസ്ഥാനത്ത് നിന്ന് ഒരു വാർത്തയുമില്ല. ഇത് ചിലപ്പോ നാടകങ്ങളുടെ പേര് തന്ന് ഇതിൽ PM താജിന്റെ നാടകങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നായിരിക്കും ചോദ്യം. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കണം. ഇനി അടുത്തയാള് ഷൈജു അന്തിക്കാട്. പ്രധാന നാടകങ്ങള് നീലക്കുയില്, ഭൂപടം മാറ്റി വരക്കുമ്പോൾ, ഒരു ദേശം നുണ പറയുന്നു, ഞായറാഴ്ച. ശ്രദ്ധിക്കുക. നീലക്കുയിൽ, ഭൂപടം മാറ്റി വരയ്ക്കുമ്പോൾ, ഒരു ദേശം നുണ പറയുന്നു, ഞായറാഴ്ച. ഷൈജു അന്തിക്കാട്. അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. ദീപൻ ശിവരാമൻ. നിങ്ങൾക്ക് പരിചയമുള്ള പേരായിരിക്കും. ഖസാക്കിന്റെ ഇതിഹാസം നാടകം എന്ന പേരിന് ചേർത്ത് നമ്മൾ കേൾക്കുന്നതാണ് ദീപൻ ശിവരാമൻ. അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങള് കമല, സ്പൈനൽ കോഡ്, ഖസാക്കിന്റെ ഇതിഹാസം. വളരെ വളരെ പ്രധാനമാണ്. ദീപൻ ശിവരാമൻ എന്ന പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തേത് കുടുക്ക. ആരായിരുന്നു? PM താജ്. ഓപ്ഷൻ എ കുടുക്ക. ശരിയായ ഉത്തരം 3 PM താജ്. ബി ദേശം നോട്ടീസ് വായിക്കുന്നു. ശരിയായ ഉത്തരം 4 സി ശാന്തകുമാർ. സി സ്പൈനൽ കോഡ്. ആരായിരുന്നു ഉത്തരം? ഓപ്ഷൻ 1 ദീപൻ ശിവരാമൻ. ആൻഡ് ഡി ഞായറാഴ്ച. ആരായിരുന്നു? ഷൈജു അന്തിക്കാട്. അപ്പൊ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഏതായിരിക്കും ശരിയായ ഉത്തരം? നമുക്ക് നോക്കാം. A 3, B 4, C 1 ആൻഡ് D 2. ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം ഒരുപാട് വർഷങ്ങളായി നെറ്റ് പരീക്ഷയ്ക്കും സെറ്റ് പരീക്ഷയ്ക്കും വരുന്ന ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോ ഇതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാം. സക്കറിയയുടെ ഭാസ്കര പട്ടേലറും എന്റെ ജീവിതവും എന്ന രചനയെ ആധാരമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ രചിച്ച തിരക്കഥ. എ മുഖാമുഖം, ബി നിഴൽക്കൂത്ത്, സി വിധേയൻ ആൻഡ് ഡി എലിപ്പത്തായം. ഏതാണ് ഉത്തരം? ഭാസ്കര പട്ടേലറും എന്റെ ജീവിതവും, സക്കറിയ, അടൂർ ഗോപാലകൃഷ്ണൻ രചിച്ച തിരക്കഥ ഏതാണ്? അതെ, വിധേയനാണ് ഉത്തരം. വിധേയൻ ഒരുപാട് പ്രാവശ്യം വന്നു.
നമുക്കിപ്പോ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തരാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഒരു പക്ഷേ വിധേയന്റെ വർഷം അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളായിരിക്കാം ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ കൃതിയും വിധേയൻ എന്ന സിനിമയും മാത്രം പഠിച്ചാൽ പോരാ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ച് നമ്മള് സേഫായി നിൽക്കണം. കാരണം ഇനിയുള്ള ചോദ്യം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. വിധേയൻ വർഷം 1994. ശ്രദ്ധിക്കുക, വിധേയൻ 1994. ചിലപ്പോ വിധേയന്റെ വർഷം, പുറത്തു വന്ന വർഷമായിരിക്കില്ല ചോദിക്കുക. കുറച്ച് സിനിമകളുടെ പേര് തന്ന് അവയെ പുറത്തു വന്ന കാലം അനുസരിച്ച് ക്രമപ്പെടുത്താനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ വിധേയൻ ഏതായാലും നിങ്ങൾ വർഷം തന്നെ പഠിച്ചു വെച്ചോളൂ. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്. വിധേയൻ 1994. ഇനി സംവിധാനം ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. കഥ നമ്മൾ പറഞ്ഞു സക്കറിയയുടെ ഭാസ്കര പട്ടേലറും എന്റെ ജീവിതവും. ഇനി തിരക്കഥ അടൂർ ഗോപാലകൃഷ്ണൻ. ശ്രദ്ധിക്കുക, വിധേയൻ 1994, സംവിധാനവും തിരക്കഥയും അടൂർ ഗോപാലകൃഷ്ണൻ, കഥ സക്കറിയയുടെ ഭാസ്കര പട്ടേലറും എന്റെ ജീവിതവും. ഇപ്പൊ തന്നെ ഉറപ്പിച്ച് പോവുക. ഇനി ബാക്കി 3 സിനിമകളെ കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. മുഖാമുഖം വർഷം 1984. 1984. ശ്രദ്ധിക്കുക, മുഖാമുഖം 1984. സംവിധാനവും രചനയും അടൂർ ഗോപാലകൃഷ്ണൻ. സംവിധാനവും രചനയും അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്തത് 2002 നിഴൽക്കൂത്ത്. സംവിധാനവും രചനയും ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. മുഖാമുഖം, നിഴൽക്കൂത്ത് 2 സിനിമകളുടെയും സംവിധാനവും രചനയും അടൂർ ഗോപാലകൃഷ്ണൻ. ഇനി എലിപ്പത്തായം 1982. വളരെ പ്രധാനപ്പെട്ട സിനിമയാണ്. സംവിധാനവും രചനയും അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ബാക്കി ഓപ്ഷൻസ് കൂടി പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ചിലപ്പം എക്സാം ഹോളിൽ നിന്ന് കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കാരണം 3ഉം 4ഉം അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളാണ്. പക്ഷെ ഒന്നിന് ആധാരമായ കഥ രചിച്ചത് സക്കറിയയാണ്. പെട്ടെന്ന് ആദ്യത്തെ സിനിമ നമ്മള് അടൂരിന്റെ ആണ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത്. ഒന്നുകൂടി ആലോചിക്കുക, വർഷവും ഏകദേശം മനസ്സിലാക്കി വെക്കുക. എലിപ്പത്തായത്തിന്റെയും വിധേയന്റെയും വർഷം പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, സംഭാഷണ ശകലവും സിനിമയും ചേരുംപടി ചേർക്കുക. ഇത്തരം ചോദ്യങ്ങൾ എന്താണ്? പരീക്ഷാ ഹാളിൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന, നമ്മളെ ഹാപ്പി ആക്കുന്ന ചോദ്യമായിരിക്കും. നമുക്ക് അറിയുന്ന ചെറുപ്പത്തിലേ കാണുന്ന സിനിമകള്, ഇന്നും നമ്മൾ ഇടയ്ക്ക് പറയുന്ന സംഭാഷണങ്ങള്, അവ ഏത് സിനിമകളിലേതാണ് എന്ന് നമ്മള് ചേരുംപടി ചേർക്കാനാണ് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ള ഡയലോഗാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇതൊന്നും തെറ്റിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ജസ്റ്റ് ഉത്തരം മാത്രം പറഞ്ഞു പോകാം, എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല. ഇത്തരം ചോദ്യങ്ങളൊക്കെ കിട്ടിയാൽ നിങ്ങൾ അപ്പൊ തന്നെ ശരി ഉത്തരം ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മാർക്ക് ഉറപ്പിക്കുക. ഇപ്പോ ശരിയാക്കി തരാം. ഒന്നാമത്തേത് ഓപ്ഷൻ 2, വെള്ളാനകളുടെ നാടാണ്. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത്. ഓപ്ഷൻ 4, സന്ദേശമാണ്. സകലകലാവല്ലഭൻ, വകതിരിവ്, വട്ടപൂജ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ സ്ഫടികത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്ഫടികത്തിലെ ഡയലോഗാണ്. അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാണ്? ഏത് സിനിമയിലെ ഡയലോഗാണ്? നമുക്കറിയാം, കിലുക്കം. അപ്പൊ ഓപ്ഷൻ 4 ആണ് ശരിയായ ഉത്തരം. ശ്രദ്ധിക്കുക, ഇത്തരം ചോദ്യങ്ങളൊന്നും വന്നാല് ഒരിക്കലും തെറ്റിക്കരുത്. ശ്രദ്ധിച്ച് വായിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഏതാണെന്ന് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത ചോദ്യം, ഇടപ്പള്ളിയുടേതല്ലാത്ത കാവ്യസമാഹാരങ്ങൾ. ഇടപ്പള്ളിയുടേതല്ലാത്ത കാവ്യസമാഹാരങ്ങൾ. ഓപ്ഷൻ 1, ABC മാത്രം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കാവ്യസമാഹാരങ്ങൾ എന്ന് നോക്കാം. മണിനാദം, തുഷാരഹാരം, മൗനഗാനം, രക്തപുഷ്പങ്ങൾ, കല്ലോലമാല. മണിനാദം, തുഷാരഹാരം, മൗനഗാനം, രക്തപുഷ്പങ്ങൾ, കല്ലോലമാല. ചോദ്യം ശ്രദ്ധിക്കുക, ഇടപ്പള്ളിയുടേതല്ലാത്ത കാവ്യസമാഹാരങ്ങളാണ്. ഇടപ്പള്ളിയുടെ കാവ്യസമാഹാരങ്ങളല്ല. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ, നിങ്ങളെ ചിലപ്പം തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ചോദ്യത്തിലുണ്ട്.
ഇടപ്പള്ളിയുടേതല്ലാത്ത കാവ്യ സമാഹാരങ്ങൾ: എ മണിനാഥം, ബി തുഷാരഹാരം, സി മൗനഗാനം, ഡി രക്തപുഷ്പങ്ങൾ, ഇ കല്ലോലമാല. മണിനാഥവും തുഷാരഹാരവും ഇടപ്പള്ളിയുടേതാണ് എന്ന് നമുക്ക് അറിയാം. സി ഡി ഇ വരുന്ന ഓപ്ഷൻ 4 ആണ് ഉത്തരം. മൗനഗാനം, രക്തപുഷ്പങ്ങൾ, കല്ലോലമാല ഇവ മൂന്നും ഇടപ്പള്ളിയുടേതല്ല. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? സി ഡി ഇ. സി ഡി ഇ. മണിനാഥം, തുഷാരഹാരം നമ്മുടെ ഇടപ്പള്ളിയുടെ കൃതിയാണ്. മൗനഗാനം, രക്തപുഷ്പങ്ങൾ, കല്ലോലമാല ഇടപ്പള്ളിയുടേതല്ല, അത് ചെങ്ങമ്പുഴയുടെ കൃതികളാണ്. ഇനി ഇടപ്പള്ളിയുടേതല്ലാത്ത കാവ്യ സമാഹാരങ്ങൾ ചോദിച്ചു. ഇനി ഒരുപക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് ഇടപ്പള്ളിയുടെ കാവ്യ സമാഹാരങ്ങൾ ഏത് എന്ന് ചോദിച്ചേക്കാം. അതിന്റെ കൂടെ വർഷവും ഒന്ന് മനസ്സിലാക്കി വെക്കുക. വർഷം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഏതാണ് ആദ്യം വന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. തുഷാരഹാരം 1935, തൊട്ടടുത്ത വർഷം നവസൗരഭം ഹൃദയസ്മിതം, 1944 മണിനാഥം. ശ്രദ്ധിക്കേണ്ടത് മൗനഗാനം, രക്തപുഷ്പങ്ങൾ, കല്ലോലമാല ഇവ ചെങ്ങമ്പുഴയുടെ കവിതകളാണ്. തുഷാരഹാരം, നവസൗരഭം, ഹൃദയസ്മിതം, മണിനാഥം ഇവ നമ്മുടെ ഇടപ്പള്ളിയുടെ കാവ്യ സമാഹാരങ്ങളാണ്. അതിന്റെ വർഷവും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. തുഷാരഹാരം 1935, നവസൗരഭം 1936, ഹൃദയസ്മിതം 1936, മണിനാഥം 1944. പഠിച്ചു വെക്കുക. അടുത്തതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കഥയും കഥാകാരിയും ചേരുംപടി ചേർക്കുക. എ പെൺബുദ്ധി, ബി പ്രതികാര ദേവത, സി കോലാട്, ഡി അരുന്ധതി കരയുന്നില്ല. പട്ടിക 2 മാധവിക്കുട്ടി, സരസ്വതി അമ്മ, പി വത്സല, ലളിതാംബിക, അന്തർജനം. ഇനി നമുക്ക് ഈ എഴുത്തുകാരികളുടെ ഈ കഥാകാരികളുടെ പ്രധാന കഥകൾ ഏത് എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ആദ്യത്തേത് കെ സരസ്വതി അമ്മ, ആദ്യകാല കഥാകാരിയാണ്, ചെറുകഥാകൃത്താണ്. ശ്രദ്ധിക്കേണ്ടത് മിക്ക പരീക്ഷകൾക്കും ഇന്ന് കെ സരസ്വതി അമ്മയുടെ കഥകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് കെ സരസ്വതി അമ്മയുടെ പ്രധാന കഥാസമാഹാരങ്ങള് പഠിച്ചു വെക്കുക. പെൺബുദ്ധി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കനത്ത മതിൽ, കീഴ് ജീവനക്കാരി, ചോലമരങ്ങൾ വളരെ പ്രധാനമാണ്. ചോലമരങ്ങളും പെൺബുദ്ധിയും വളരെ പ്രധാനം. ഒരുക്കത്തിന്റെ നടുവിൽ, വിവാഹ സമ്മാനവും മുമ്പ് നെറ്റ് പരീക്ഷയ്ക്ക് വന്നതാണ്. സ്ത്രീ ജന്മം, ചുവന്ന പൂക്കൾ, കലാമന്ദിരം, പ്രേമപരീക്ഷണം, എല്ലാം തികഞ്ഞ ഭാര്യ, ഇടിവെട്ട് തൈലം. ശ്രദ്ധിക്കുക, സരസ്വതി അമ്മയുടെ കഥാസമാഹാരങ്ങൾ പെൺബുദ്ധി, കനത്ത മതിൽ, കീഴ് ജീവനക്കാരി, ചോലമരങ്ങൾ, ഒരുക്കത്തിന്റെ നടുവിൽ, വിവാഹ സമ്മാനം, സ്ത്രീ ജന്മം, ചുവന്ന പൂക്കൾ, കലാമന്ദിരം, പ്രേമപരീക്ഷണം, എല്ലാം തികഞ്ഞ ഭാര്യ, ഇടിവെട്ട് തൈലം. ശ്രദ്ധിക്കുക, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഏതാണ് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് സരസ്വതി അമ്മ. അടുത്തത് അവരുടെ തന്നെ നോവലാണ് പ്രേമഭാജനവും പൊന്നിൻകുടവും. അവരുടെ തന്നെ സരസ്വതി അമ്മയുടെ നോവലുകളാണ് പ്രേമഭാജനം, പൊന്നിൻകുടം. ഇനി നാടകം വളരെ വളരെ പ്രധാനമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. നെറ്റിന് മാത്രമല്ല സെറ്റിനും കേഡറിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സരസ്വതി അമ്മയുടെ നാടകം ദേവദൂതി. ഇനി ലേഖന സമാഹാരം പുരുഷന്മാരില്ലാത്ത ലോകം. ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ്. നിങ്ങൾ പല ചോദ്യ പേപ്പറിലും ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സരസ്വതി അമ്മയെ കുറിച്ച് നോവൽ ഏതൊക്കെയാണ്, കഥാസമാഹാരങ്ങൾ ഏതൊക്കെയാണ്, നാടകം ഏതാണ്, ലേഖന സമാഹാരം ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് ഭാഗത്തു നിന്നും ചോദ്യം വന്നേക്കാം. അടുത്തത് നമുക്ക് പരിചയമുള്ള ഒരാളാണ് ലളിതാംബിക അന്തർജനം. ചെറുകഥകൾ നോക്കാം. മൂടുപടത്തിൽ, കാലത്തിന്റെ ഏടുകൾ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കൊടുങ്കാറ്റിൽ നിന്ന്, കണ്ണീരിന്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, സത്യത്തിന്റെ സ്വരം, വിശ്വരൂപം, പവിത്രമോതിരം, മാണിക്കൻ, മാറാലകൾ. ഇതിലെ മാണിക്കൻ, പവിത്രമോതിരം, വിശ്വരൂപം, കൊടുങ്കാറ്റിൽ നിന്ന്, മൂടുപടത്തിൽ ഇവ വളരെ വളരെ പ്രധാനമാണ്. പല പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യമാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ചെറുകഥകളാണ് ഇത് എന്നും മനസ്സിലാക്കുക, പഠിക്കുക. വർഷം അതേപടി പഠിച്ചിട്ടില്ലെങ്കിലും ഏതാണ് ആദ്യം പുറത്തിറങ്ങിയത്, ഏതാണ് അവസാനം, ഏതാ ഒരു ക്രമം ഏകദേശം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം.
എ പെൺബുദ്ധി. നമ്മൾ പറഞ്ഞു സരസ്വതി അമ്മയുടെ ചെറുകഥയാണ് പെൺബുദ്ധി. സി കോലാട് ആരുടേതാണ്? മാധവിക്കുട്ടി. നമ്മളെ ഒരുപാട് തവണ വായിച്ച, നമ്മളെ സ്പർശിച്ച, നമ്മളെ വിഷമത്തിലാക്കിയ ഒരു കഥയാണ് കോലാട്. ഓപ്ഷനിൽ ഉണ്ടായ മറ്റൊരു ചെറുകഥാകൃത്തായിരുന്നു പി വത്സല. പി വത്സലയുടെ പ്രധാന ചെറുകഥകൾ ഗൗതമൻ, ആഗ്നേയം, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, മൈഥിലിയുടെ മകൾ, പേമ്പി, നെല്ല് നോവലാണ്, കൂമൻകൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ. ഇതൊക്കെ വത്സലയുടെ പ്രധാന കൃതികളാണ്. ശ്രദ്ധിക്കുക, ഗൗതമൻ, ആഗ്നേയം, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, വത്സലയുടെ സ്ത്രീകൾ, പേമ്പി, മൈഥിലിയുടെ മകൾ, നെല്ലി എന്ന നോവൽ, കൂമൻകൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ. ഇതൊക്കെ വത്സലയുടെ പ്രധാന കൃതികളാണ്. ശ്രദ്ധിക്കുക, പി വത്സലയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഓപ്ഷൻ ഉണ്ടായ മറ്റൊരു പേരായിരുന്നു മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ പ്രധാന കൃതികൾ ഏതാണെന്ന് നമുക്കറിയാം. നീർമാതളം പൂത്തകാലം, എന്റെ കഥ, കോലാട് പോലുള്ള കഥകള്, വണ്ടിക്കാളകള്, മനോമി, അമ്മ തുടങ്ങി മാധവിക്കുട്ടിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപാട് കൃതികൾ നമ്മള് ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇനി ഓപ്ഷനിലേക്ക് വരാം. എ പെൺബുദ്ധി എഴുതിയത് സരസ്വതി അമ്മയാണ്. പ്രതികാര ദേവത ലളിതാംബിക അന്തർജനം, കോലാട് മാധവിക്കുട്ടി, അരുന്ധതി കരയുന്നില്ല പി വത്സല. ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കാം. എ 2, B 4, C1 and D3. അപ്പൊ ഓപ്ഷൻ 1 ശരി ഉത്തരം. അപ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി അതേപടി ഉത്തരം പഠിക്കുകയല്ല വേണ്ടത്. ചോദ്യം മനസ്സിലാക്കുക, ചോദ്യത്തിലെ ഓരോ വാക്കും ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുക. ഇതിലൂടെ തന്നെ നല്ലൊരു ശതമാനം മാർക്ക് കരസ്ഥമാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പഠിക്കുക, ഊർജത്തോടെ പഠിക്കുക, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ബാക്കി ചോദ്യങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് കളക്ട് ചെയ്ത് പഠിക്കുക. നന്ദി, നമസ്കാരം.